കേരളത്തിന്റെ പൊതുചിത്രം പറയാനായിട്ട് ആസിഫ് ഇപ്പോൾ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ആസിഫ് ഡെസ്കിൽ നിന്നത് പൂർണ്ണമായി വിലയിരുത്തിയിട്ടുണ്ട്. ആസിഫ് പറയാം. ഗ്രാമപഞ്ചായത്ത് നോക്കിയാലും ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയാലും ജില്ലാ പഞ്ചായത്ത് നോക്കിയാലും LDF ആണ് മുമ്പിലുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ LDFന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അത് ഈ ഫലസൂചനകൾ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ നിലവിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും LDFന് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടത്തിന്റെ അടുത്തേക്ക് പോലും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ UDF ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ. NDAയുടെ കാര്യം എടുത്തു പറയണം. NDAയും ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ അവർക്ക് നേട്ടമുണ്ടാക്കിയതിൽ ഏകദേശം ഇരട്ടിയോടടുത്ത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അവർക്ക് ഇപ്പോൾ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം എടുത്താലും LDF ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിൽ. പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള ഫലമാണ് ഈ ഒരു സമയത്ത് നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് LDF തൂത്തുവാരിയതാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് LDFും UDFും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ജില്ലാ പഞ്ചായത്തിന്റെ കണക്കിലും കഴിഞ്ഞ തവണത്തെ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ UDFന് നേട്ടമുണ്ടാക്കാനും LDFന് തിരിച്ചടി ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ കാര്യം എടുത്താലും ഇപ്പോൾ UDFനാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയും UDF തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ മേൽക്കൈ നേടിയത്. ഇത്തവണയും UDFന്റെ ഒരു മുന്നേറ്റം നമുക്ക് മുനിസിപ്പാലിറ്റികളിൽ കാണാൻ കഴിയും. കോർപ്പറേഷന്റെ കാര്യം എടുത്താൽ കോർപ്പറേഷൻ ഒരു കഴിഞ്ഞ തവണത്തെ ഏകദേശം മുനിസിപ്പാലിറ്റി പക്ഷേ നമ്മുടെ സ്ക്രീനിൽ ആസിഫെ നമ്മുടെ സ്ക്രീനിൽ 43 LDF 33 UDF എന്നാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമല്ലേ മുനിസിപ്പാലിറ്റിയിലെ സാഹചര്യം? തീർച്ചയായും മുനിസിപ്പാലിറ്റിയുടെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പലയിടങ്ങളിലും വളരെ വേഗത്തിലാണ് ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചെറിയ വിശകലനത്തിലെ സമയത്തിലേക്ക് പോരായില്ല. 56 മിനിറ്റ് ആകുമ്പോഴേക്ക് 56:8:57 എന്ന സമയം ആകുമ്പോഴേക്ക് ഇതാണ് നില. അതായത് ആസിഫ് തരുന്നൊരു വിവരം LDFന് ചെറിയൊരു തിരിച്ചടി, UDF കുതിച്ചുയരുന്നു, BJP സാന്നിധ്യം അറിയിക്കുന്നു. അപ്പോൾ അത് ഇപ്പം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലാണ് 1 മണിക്കൂറായി വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട്. ഇനി ഒരുപാട് എണ്ണാനൊക്കെ ഉണ്ട് നിശ്ചയമായിട്ടും. നമ്മൾ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണക്കാക്കാറുള്ള സമയമായോ? അതിനകത്ത് ഞാൻ നോക്കിയ ഒരു കാര്യം, ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 4 ജില്ലാ പഞ്ചായത്തുകളിൽ LDF ജയിച്ചത്. ഇത്തവണ 8 മുന്നേറുന്നുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോഴും മൊത്തം ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എടുക്കുമ്പോൾ LDF തന്നെയാണ് മുന്നിൽ. അതാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ, അതായത് UDF കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തി. LDF ഇപ്പോഴും പൊതു സാഹചര്യം എടുത്താൽ മുന്നിൽ തന്നെയാണ്. മുനിസിപ്പാലിറ്റി പ്രത്യേകമായിട്ട് കാണണം. അതെ, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 100ഓളം ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഇത്തവണ LDFന് ലീഡ് നിലയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കിയാൽ കുറവാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ജനങ്ങൾ എന്താണ് ചർച്ച? ഇപ്പം ഇവര് പറഞ്ഞ പോലെ ഈ മറ്റ് കാര്യങ്ങളൊക്കെ വിട്ട് ഈ ശബരിമലയൊക്കെയാണ് 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാർ വൻ മുന്നേറ്റമുണ്ടാക്കി ഞങ്ങൾക്ക് ആകപ്പാടെ ജനപിന്തുണയാണെന്ന് പറയാവുന്ന സാഹചര്യം ഈ ഘട്ടത്തിലില്ല. എന്നാൽ LDFന് എന്തെങ്കിലും വിഷമിക്കാനുള്ള കാര്യങ്ങൾ തിരിച്ചടി നേരിട്ടു എന്ന് പറയുമ്പോൾ തന്നെ 100 സീറ്റുകൾക്ക് മേൽ UDFനേക്കാൾ കൂടുതൽ 100 ഗ്രാമപഞ്ചായത്തുകൾക്ക് മേൽ ഇടതുമുന്നണി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഭീകര ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് ഈ ഗ്രാമ കേന്ദ്രങ്ങളിൽ നമ്മൾ കരുതിയതുപോലെ സർക്കാരിന് എതിരായിട്ടുള്ള വികാരമില്ല. അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന് വിലയിരുത്താവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നമുക്ക് വരും നിമിഷങ്ങളിൽ പാലക്കാട് അജിത്തുണ്ട്. അജിത്തെ, എന്താണ് ഇപ്പോൾ കാര്യം? കുറേയിടത്ത് ഈ വിജയിച്ചു കഴിഞ്ഞു, ആ ഫലങ്ങൾ കൂടി വരുന്നുണ്ട്. വിവരമാണ്. പാലക്കാട് നഗരസഭയിലെ 1, 2, 3 വാർഡുകളുടെ ഫലം അത് BJPക്ക് അനുകൂലമാകുമെന്ന് കരുതിയ ഫലമാണ്. അതിൽ 1, 3 വാർഡുകൾ അവിടെ UDF BJPയിൽ നിന്ന് ഈ വാർഡുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ 3-ാം വാർഡ് വരവക്കോട് സെൻട്രലാണ്, BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതുൾപ്പെടെ പിടിച്ചെടുത്തു. ആദ്യ 3 വാർഡുകളിൽ കോൺഗ്രസ് വിജയിക്കുന്ന UDF വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. 29-ാം വാർഡ് UDFയിൽ നിന്ന് LDFും പിടിച്ചെടുത്തു. അങ്ങനെ ഫലം വന്ന 4 സീറ്റുകളിൽ ഒരിടത്ത് പോലും നഗരസഭയിൽ BJP വിജയിച്ചിട്ടില്ല. 3 വാർഡുകളിൽ UDFും 1 വാർഡിൽ LDFും വിജയിക്കുന്ന സാഹചര്യമാണ്. BJPക്ക് നല്ല തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഹർഷ. അതായത് ഇപ്പോൾ പത്തനംതിട്ടയിൽ എന്ന് വെച്ചാൽ ശബരിമല കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ BJPയുടെ കുളനറ പഞ്ചായത്ത് LDFന് ലീഡാണ്.
അതായത് പലയിടങ്ങളിലും ബി ജെ പി BJP ക്ക് ഭരിച്ച തിരിച്ചടി. അതാ ഞാൻ പറഞ്ഞത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. ബി ജെ പി പള്ളിക്കത്തോട്ടിൽ കണ്ടില്ലേ, പള്ളിക്കത്തോട്ടിൽ ഇടതുമുന്നണി ബി ജെ പിയുടെ സ്ഥലത്ത് ഇടതുമുന്നണിക്ക് കുളനടയിലും അതെ, പത്തനംതിട്ട കുളനടയിലും ബി ജെ പിയുടെ സീറ്റ് പിടിക്കുന്നത് പഞ്ചായത്ത് പിടിക്കുന്നത് ഇവിടെയാണ്. ഇവരാണ് LDF ആണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് ലഭിച്ച വിവരങ്ങൾ UDF ആണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ NDAക്ക് ബി ജെ പിക്ക് നല്ല ക്ഷീണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് ബി ജെ പിക്ക് അത് ഹർഷം പറഞ്ഞ കാര്യം അതിനകത്ത്. അതായത് BJP NDA ഭരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കെതിരായിട്ടൊരു വികാരം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, അതായത് അത് പാലക്കാടൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇതിനിടയ്ക്ക് ഈ NDAക്ക് സന്തോഷം വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകൾ NDA മുന്നിൽ നിൽക്കുന്നു. അവിടെ UDF 3 ലീഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, മണലൂർ 3-ാം വാർഡിൽ BJPയിലെ മിനി അനിൽകുമാർ ജയിച്ചു. മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ NDA കഴിഞ്ഞ തവണ 2 NDAക്ക് ഭരണം കിട്ടിയത്. ഇത്തവണ 4 മുന്നേറുന്നുണ്ട്. ഈ വയനാട് ജില്ലാ അതായത് പന്തളവും പാലക്കാടും അല്ലേ, അതെ, 2 മുനിസിപ്പാലിറ്റി. ഇപ്പൊ 2 കൂടെ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ? BJPയുടെ മാത്രമായിട്ടൊന്ന് വയനാട്ടിലെ ജില്ലാ പഞ്ചായത്തിൽ NDA ലീഡാ. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ ഒരു ലീഡ് ഉണ്ടാവുന്നത്. സോറി, LDF. ഞാൻ വിചാരിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. വയനാട്ടിൽ ഇവിടെയല്ല, ഡൽഹി വരെ ഞെട്ടും. ഇതിലേതാ നമ്മുടെ പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിൽ നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ ലീഡ് ചെയ്യുകയാണ്. ആ വിവരം അവിടെ നിന്ന് വരുന്നുണ്ട്.